ഏകദേശം എത്ര മിനിറ്റ് ഒക്കെ വേണ്ടി വരും? 2 മണിക്കൂർ വേണം. തീർക്കാനുള്ള പരിപാടി അല്ലേ? വലിയ ക്യാൻവാസ് ആണല്ലോ. 2 മണിക്കൂർ എന്തായാലും പിടിക്കൂലേ? ഷഫീഖ് സുബൈർ അല്ലേ? എവിടുന്നാ നിങ്ങളിങ്ങനെ കറങ്ങുമോ? അല്ല കൈമ ഇത് കണ്ടിട്ട് ചോദിച്ചതിന്. കറങ്ങണ്ടിന്റെ ഭാഗമാണത്, അതുകൊണ്ട് ചോദിച്ചതാ. ഉണ്ടല്ലേ? 2018 മുതലല്ലേ? തിരക്കാണ്. പിന്നെ അത്യാവശ്യം ഇതില്ലേ, എന്താ പറയാ, അത്യാവശ്യം വണ്ടികൾ പോണ റോഡാണേ. ചെറിയ ബ്ലോക്ക് പോലും. വടക്കേകാട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വടക്കേകാട് ഒരുപാട് ഡ്രസ്സിന്റെ കടയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതില്ല, പാർക്കിംഗ് ഇല്ല ആ ഏരിയയില്. ഭയങ്കര ഈ 4 മണി സമയമായി കഴിഞ്ഞാൽ ഫുൾ ബ്ലോക്കാണ്. പിന്നെ സ്കൂൾ വണ്ടി, ബസ് ഒരുപാട്. പെയ്യാതിരിക്കട്ടെ ഇതുവരെ എത്തിട്ടേ സീനില്ല. വലിക്കൂലേ? ആള് ബൈക്കാ, സ്കൂട്ടി. ആൾക്കാർ കൂടുന്നുണ്ട്. ആൾക്കാരോട് മഴ കൂടാതിരുന്നാ മതി. യൂട്യൂബിൽ ചാനലുണ്ട്, അതിൽ നോക്കി സംസാരക്കാരെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ഷഫീഖ് സുബൈർ അല്ലേ? അതില് ഇൻസ്റ്റയിൽ ഇതാണോ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ ലിങ്ക്? ഓക്കെ. ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടല്ലേ? ചിത്രത്തിന്റെ ചെറിയൊരു രൂപം കിട്ടി. അതെ, ഞാൻ മെസ്സേജ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോ അയച്ചു തരാം. ആയിക്കോട്ടെ, ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ടാഗ് ചെയ്തേക്കും. ഫ്രെയിമില് മഴ തട്ടുണ്ടാവോ? ഫ്രെയിമില് മഴ തട്ടുണ്ടാ? ല്ലേ?
മന്നലോന്ന് ബീച്ചിലൊക്കെ ഒരു ദിവസം വരായിരുന്നില്ലേ? വരാറുണ്ടോ? അത്യാവശ്യം ക്രൗഡുള്ള ഏരിയ അല്ലേ? ആണല്ലേ? സ്ഥലമാണ് മെയിൻ, അല്ലാണ്ട് ക്രൗഡല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിം കിട്ടണം. അല്ല, അതിൽ നിങ്ങളൊരു വ്യത്യസ്തരാട്ടാ. കാരണം വെച്ചാല് ആൾക്കാർ ക്രൗഡ് ഒരു പ്രശസ്തി കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങൾക്കുള്ള നാലാൾ അറിയണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങളതില് വേറെ അതില് കാര്യമില്ല എന്ന് പറഞ്ഞ നിങ്ങളുള്ളൂ. അതെ അതെ. പോട്ടെ പെയ്യാതിരിക്കാൻ ശക്തിയാവാതിരിക്കട്ടെ. എവിടെ പഠിക്കണേ? ഐസിയല? എമർജൻസി എവിടെ? കൊച്ചനൂർ ഭാഗത്താ? ഇവിടെ അല്ലേ നമ്മളെ തെക്കേ പുന്നൂരാകം? അല്ല, ഞാൻ വിചാരിച്ചു നല്ല കുട്ടി ചെറുതാണെങ്കിൽ ഇവിടെയാണേ എമർജിംഗ് മെഡിസിൻ. മറ്റേ കൊച്ചനൂരുണ്ടല്ലോ, അതിർത്തി ഭാഗത്തുണ്ട്. കൊട എടുത്തിട്ട് പോരാ. അടുത്ത് നോക്കുമ്പോ കറൂറായിരിക്കും, അകൽ നോക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി വരാം. ഇതില്ലേ ചിത്രത്തിന്റെ അല്ലേ? മറ്റേ പയ്യമ്മ ചോദിച്ചില്ലേ റിയലിസ്റ്റിക് അല്ലത്? അല്ല, റിയലിസ്റ്റിക് തമ്മിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടോ? അങ്ങനത്തെ സംഭവമല്ലേ ഇതില് റിയലിസ്റ്റ് ഉണ്ട്. പക്ഷെ ലൈറ്റിംഗ് നല്ല കുറക്കും. അപ്പൊ അതിൽ നോക്കുമ്പോ നല്ല ഇതുണ്ടാവും. അടുത്ത് വരുമ്പോ അടുത്തേക്ക് വരുമ്പോ ഒരു കുത്തി വരാം. അത് അങ്ങനെ ചെയ്യാൻ പണിയാണ് ആക്ച്വലി. പക്ഷെ നിങ്ങള് ഫസ്റ്റ് ചെയ്തില്ലേ? ഫസ്റ്റ് ചെയ്യുമ്പോ ഒന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്താ വരക്കണെന്നുള്ള തന്നെ ഡൗട്ടായി മാറിയിരുന്നു. ഇതിന് സ്റ്റാർട്ടിങ് കണ്ടാ മനസ്സിലാവും. ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്നുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം വെച്ചാല് ഒന്നും എന്താന്നുള്ള തന്നെ പിടുത്തില്ല. നിങ്ങള് ഫ്രെയിം നോക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്നല്ലാതെ എന്താണ് ഏതാണെന്നുള്ള ഒരു പിടുത്തം. പക്ഷെ ഇപ്പൊ ഔട്ട്ലൈനായി നമുക്ക്. ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ടൊരു ക്ലിയർ ഇമേജ് കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാരെ കൊടക്കെ എടുത്ത് വന്നിട്ടാ. ഇവര് നേരത്തെ വന്നാ വീട്ടിൽ പോയിട്ടേ ഇതെടുക്കാണ്ടി പോയതാ. ഇതുണ്ടാ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഉണ്ടാവും. നോക്കിയാ ഇവന്റെ മുഖം ഒന്ന് കാട്ടിയാ ഇൻസ്റ്റാഗ്രാമില്ലാത്ത ഏക കുട്ടി ചിലപ്പോ ഈ തലമുറയിൽ ഇവനും മാത്രമായിരിക്കും. എന്റെ വീട് വന്നല്ലേ ഒന്ന്. എന്റേത് ഷാബിർ 45 വ്ലോഗ്സ്. എന്താന്ന് മനസ്സിലായ? എനിക്ക് ക്രിക്കറ്റിന് ഭയങ്കര താല്പര്യമുള്ള ആളാ. രോഹിത് ശർമ്മയാണ് നമ്മളെ ഫേവറേറ്റ് പ്ലെയർ. അപ്പൊ എന്റെ ജേഴ്സി നമ്പറാണ്. പണ്ട് സച്ചിനായിരുന്നു. പക്ഷെ സച്ചിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ അതിലുപരി സച്ചിനെക്കാട്ടി അഡിക്ഷൻ വന്നത് രോഹിത്തിലാണ്. ക്രിക്കറ്റിന്റെ മൊത്തം ഫോർമാറ്റ് തന്നെ ചേഞ്ച് ആയല്ലോ.
അപ്പോൾ ടെസ്റ്റ് അടക്കം മക്കളെല്ലാം കളിപ്പിക്കണത് 2020 സ്റ്റൈലിലാണ് ഇംഗ്ലണ്ടിനെ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ ആകെ മാറിയിരിക്കണ ക്രിക്കറ്റ്. ഇതാണ് വരക്കണത്. ഈ ഒരു പിക്ചറാണ് അപ്പോൾ വരക്കണത്. ഇതിപ്പോ ഏകദേശം ഈ 2 മരല്ലേ വരുള്ളൂ? ആ, ഈ 2 മരമാണ് ഇപ്പൊ അല്ലേ? അതെന്താ ഇപ്പൊ മറ്റേ ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് ഫുൾ സൈറ്റ് കിട്ടണതും ഈ 2 മരം തമ്മിൽ മാത്രം അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഞാനതൊരു ഫ്രെയിം നോക്കിയിരുന്നു. ഇപ്പൊ ഇപ്പൊ നടക്കി കൂടി പോണ ഈ വഴി അത് എനിക്ക് വർക്കായില്ല ആക്ച്വലി. ഞാനിത് ഇന്നലെ വരുമ്പോ പ്ലാൻ ചെയ്തത് എനിക്ക് പൂക്കൾ വരക്കണം. എന്താ പറയാ, പൂവിന് ഭംഗിക്കാൻ വന്നത്. അപ്പൊ മാക്സിമം ഈ ഫ്രെയിമിലേക്ക് കൊള്ളിക്കാൻ ഞാൻ നോക്കണത്. ഈ കൊളവാഴപ്പൂക്കളും ഈ 2 മരം കൂടിയിട്ട്. അപ്പൊ ഇത് മൊത്തം എടുക്കണ ഈ വഴി കൂടിയിട്ട് നമ്മള് ഇത് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാൻ ചെയ്ത് ചെയ്തായിരുന്നു. സബ്ജക്ട് എന്താന്നുള്ളത് അതാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അപ്പൊ അതാണ് ഫോട്ടോ നോക്കി എടുക്കുമ്പോ നമുക്ക് ഈ ഒരു ചോയ്സ് ഉണ്ടാവില്ല. നമ്മളൊരു സാധനം കണ്ട് അത് മാത്രം വരക്കണ പോലെ ആവും. അതെ അതെ, അതിലൊന്നും ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി വരല്ലേ. അതെ അതെ, വേറൊരു ഫോട്ടോ നോക്കി വരക്കണേലും ഒന്നും കൂടി നമ്മള് സ്വന്തമായിട്ട് ഇപ്പൊ ഞാൻ കണ്ട ഒരു ഞാൻ ചെയ്യാൻ നോക്കണം. ഇത് എത്ര വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഇപ്പൊ? ഇത് ഫുള്ളൊരു ഇതുപോലെ ലൊക്കേഷനിൽ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2017-16 തുടങ്ങിയിട്ടുണ്ട്. 6-7 കൊല്ലം അല്ലേ? ഭാഗ്യമാണ് മഴ കൊണ്ട് വിട്ടു. അതുവരെ നമ്മൾ നിന്നതും നന്നായി, അല്ലെങ്കിൽ മഴ മൊത്തം വിട്ടെറിഞ്ഞ് പോയായിരുന്നു. അത് പഠിച്ചെങ്കിലല്ലേ കിട്ടുള്ളൂ, അല്ലാണ്ട് നമ്മളെ മൈൻഡിൽ വരില്ലല്ലോ. ചെയ്ത് പഠിക്കണം അല്ലേ? എത്ര മനപ്പടം പഠിച്ചാലും സാധനം വർക്കാവില്ല. നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എത്ര ഫോട്ടോയിൽ കണ്ടാലും നമ്മൾ ചെയ്യില്ലേ. എത്ര ടോട്ടൽ 4 കളറല്ലേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നോർമലി യെല്ലോ, ഓറഞ്ച്, റെഡ്, ബ്ലൂ, ഗ്രീനും അല്ലേ? 5 കളറുണ്ട്. ഇതിലിപ്പോ നമുക്ക് ഒരു ഈ പൂക്കളുടെ കളർ കിട്ടിയിരിക്കണത് റെഡും നീല ബ്ലൂ അല്ലേ? അങ്ങനെ വെച്ചിട്ട് ആദ്യം ഫ്രെയിമാണ് ചെയ്യുന്നത്. എങ്ങനെ മനസ്സിലായില്ല? ആദ്യം ഫ്രെയിമാണ് ചെയ്യുന്നത്. ഫ്രെയിമെന്ന് വെച്ചാൽ പിന്നീടാണ് അതിന്റെ ബാക്കിയുള്ള വർക്ക് വരുന്നത്. അപ്പോൾ അതിങ്ങനെ പ്ലാൻ ചെയ്ത് ഞാൻ ഇന്നലെ കൂടി പോകുമ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്ലാൻ ചെയ്ത് ഏത് വരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വണ്ടി നിർത്താൻ അവിടെ സ്ഥലമില്ല. ആ സ്പോട്ട് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ സ്റ്റാൻഡ് വെക്കാനൊന്നും ഏരിയില്ലാത്ത കാരണം റൂട്ടിലേക്ക് പോകുമ്പോഴാണ് ആളിങ്ങോട്ട് മാറി പലാക്ക് പോകുമ്പോഴാണ് വന്നിട്ട്
പ്ലാൻ ചെയ്യാൻ ഇവിടെ വന്നിട്ട് എങ്ങനെ വരാന്നുള്ളത്. നിങ്ങളെവിടെ? ഇടയ്ക്ക് വരില്ലേ? നമ്മളെല്ലാരും വഴിപോക്കന്മാരാ. അങ്ങനെ കണ്ടപ്പോ കണ്ടുപിട്ടിന്നുള്ളൂ. എല്ലാരും വിചാരിക്കണേ ഞങ്ങൾ രണ്ടാളും ആള് വരക്കണെന്നും ഞാൻ വീഡിയോ എടുക്കണെന്നും ഞങ്ങൾ ലിങ്ക് ആയതാണ്. ഞങ്ങള് ഇത് നിർത്തി പോയതാ മഴ വന്നിട്ട്. പിന്നെ ഞങ്ങള് കുറച്ച് നിന്ന് വർത്താനം പറഞ്ഞേല് അങ്ങനെ പരിചയപ്പെട്ട് വെക്കുമ്പോഴാണ് മഴ തീർന്നത്. അപ്പൊ ഞാൻ വീണ്ടും ഇത് നിന്ന് എന്താണ് ഇന്ത്യൻ ആർട്ടിസ്റ്റാണ്, പഴയകാലത്തിന്റെ ആർട്ടിസ്റ്റാണ്. രാജകുടുംബത്തിലുള്ള ആളാണ്. ആളുടെ കാലത്ത് ഇങ്ങനത്തെ ട്യൂബൊന്നുമില്ല കളറ്. അയാളെ ഫുള്ള് നിറച്ചിറച്ചുണ്ടാക്കണാണ്. അധികം കളക്ഷനൊന്നും കിട്ടില്ല. ഏത് തരത്തില് പെയിന്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്, വാല്യൂ ഉള്ളത്? ഓയിൽ പെയിന്റ് പൊതുവെ കൂടുതൽ പ്രൈസ് ഇങ്ങനെ നോക്കുമ്പോൾ ഓയിൽ പെയിന്റ് കൂടുതൽ കിട്ടും. ഇതിനൊക്കെ ഉണ്ട്, പക്ഷെ ഓയിൽ പെയിന്റ് കുറെ കാലം നിൽക്കും. രവിവർമ്മക്ക് എത്ര 100 കൊല്ലത്തിന് മേലായിരുന്നു. എന്തുകൊണ്ട് രവിവർമ്മ ആർട്ടിസ്റ്റിന്റെ പെയിന്റ് കുറെ കാലമായിട്ടുണ്ട്. അപ്പോ അതിനിപ്പോഴും കേടാണ്ടിരിക്കണം. എന്തുകൊണ്ട് വെച്ചാൽ അത് ബേസിക്കലി ഇങ്ങനത്തെ മീഡിയാണ് ഓയിൽ കളർ. അത് കുറെ കാലം നിൽക്കും. നിന്നെ വിളിക്കണേ, ബ്രോനെ വിളിക്കണേ. അതാണ് അഷ്കർ. നിനക്ക് ആരിപ്പോ പറഞ്ഞോളോ? ശരി ശരി. എന്തുട്ടാ അപ്പോൾ ഫൈനൽ പിക്ചർ വരാൻ ഇനിയും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് 6 മണിയാണ്. 6 മണിയിൽ ഇപ്പോൾ ഒരു അരമണിക്കൂറോളം മഴയുടെ പ്രശ്നം വന്നിട്ട് പോയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ട്, യൂട്യൂബും ഉണ്ട്. യൂട്യൂബ് ഷെഫീഖ് സുബൈർ, ഇൻസ്റ്റാഗ്രാമും ഷെഫീഖ് സുബൈർ തന്നെ. അത് സുബൈറാടി സെഡാണ് സെഡാ കേട്ടോ. വേറെ യൂട്യൂബ് ചാനലിൽ നിത്യം പോസ്റ്റ് ചെയ്യും. ഇത് ഇതിൽ അതന്നെ തന്നെ തന്നെ. നിർത്തിണ്ട്. ഇപ്പൊ ഒന്നും കൂടി വൃത്തിയുണ്ട് വീഡിയോ. എന്നോ ഒന്ന് നോക്കി നോക്കൂ. മേഘം കാണാൻ, മേഘത്തിന്റെ ഒരു ഇത് കാണാൻ അവിടെ മാത്രമേ ഉള്ളു കിട്ടാ. ഭാഗം തന്നെ അങ്ങനെ കിട്ടണുള്ളൂ. ഈ ഒരു റോസ് കളർ വന്നപ്പോ ചിത്രത്തിൽ ഒന്നും കൂടിയും ഒരു ഇത് കൂടി കേട്ടാ. മെയിൻ സബ്ജക്ട് ഇതല്ലേ. ഇനി ഇത് ഞാൻ പുഷ് ചെയ്യാൻ നോക്കാം.
മാക്സിമം ആ കളറിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ നോക്കും. ലോങ് വരുന്നോറും ഇതിന്റെ ആ ഒരു സംഭവം അതങ്ങ് പറഞ്ഞത്, ലോങ് ആവും തോറും അതിന് റിയാലിറ്റി കൂടിക്കൊണ്ടിരിക്കുക. ഫിനിഷിങ് വർക്കാണ് അപ്പം അല്ലേ? ഫിനിഷിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് ഡാർക്ക് ആക്കല? അല്ല, ഈ പൂക്കളില്ല അത് കുറച്ചും കൂടി സെറ്റ് ചെയ്യും. ഇതിലിപ്പോൾ അത്യാവശ്യം നേരം നിന്നാൽ ഇപ്പം നമുക്ക് കണ്ണൊക്കെ മഞ്ഞളിച്ചുണ്ടാവും. നമുക്കിനി ഇതിൽ എന്താ വ്യത്യാസം മനസ്സിലാക്കാറ്റില്ല. അതെ, കുറച്ച് നോക്കിയാൽ മനസ്സിലാവുള്ളൂ. ആ മരത്തിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? അതുപോലെ എന്താ പറയാ, വെറും പച്ച അതിന്റെ ഇതുണ്ടല്ലോ, മരത്തിന്റെ ഇതുണ്ടല്ലോ, മരമായിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ഇതാവുന്നുണ്ട്. ക്യാമറയാണ് ആള് ഫോളോ ചെയ്തോ? രാവിലെ ഒന്നുകൂടി ഭംഗി, കാരണം സൂര്യൻ്റെ ഇത് ഇവിടുന്ന കാരണേ അതിലൊന്നായിരിക്കും. ഫൈനൽ ടച്ചായാ? ലൈറ്റൊക്കെ പോയില്ലേ?
അത്യാവശ്യം റേറ്റ് ഉണ്ട്. ആ ഏരിയയാണ് ഇല്ല ആ ഏരിയയാണ് നോക്കുന്നത്. ആ ഒരു ഏരിയയാണ് ഏകദേശം ആയില്ലേ. ആ ഒരു ഏരിയയാണ് കാണാനാ ഈ മരം. ഒരു ഇതിൻ്റെ സെൻട്രൽ ഏരിയ മാത്രം. കറക്റ്റ് ടൈമാണേ. 45 തന്നെ 45 തന്നെ. ഇവിടെ അടുത്ത സീസണിൽ സൂര്യകാന്തി വെക്കണം. സൂര്യകാന്തി വെച്ചാൽ പൊളിക്കും വെക്കണമെന്നല്ലേ.